Topic 3 Nation States Unification of Italy, Germany, and Britain. After 1848, nationalist sentiments were often mobilized by conservatives for promoting state power and achieving political domination over Europe. എന്താ പറയുന്നേ? ആഫ്റ്റർ 1848 നാഷണലിസ്റ്റ് സെന്റിമെന്റ് എന്നുവെച്ചാൽ ആ ഒരു നേഷൻ എന്നുള്ള സെന്റിമെന്റ് അത് വെർ ഓഫൺ മൊബിലൈസ്ഡ്, അത് സമാഹരിക്കപ്പെട്ടു. മൊബിലൈസ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? അത് ഒരു സ്ഥലത്തേക്ക് സമാഹരിക്കപ്പെട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? അതിന് ബൈ കൺസർവേറ്റീവ്സ്, യാഥാസ്ഥിതികർ ആ നാഷണലിസ്റ്റ് സെന്റിമെന്റ് എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ മനസ്സിലെ ആ സെന്റിമെന്റിന് മൊബിലൈസ്ഡ് ചെയ്തിട്ട് ആര്? കൺസർവേറ്റീവ്സ് അതിനെ മൊബിലൈസ്ഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു? സമാഹരിച്ചിട്ട് എന്ത് ചെയ്തു? ഫോർ പ്രമോട്ട്. എന്തിനു വേണ്ടിയിട്ട് അവരെ സമാഹരിച്ചു? ചില മെൻസ് പവർ, ചില ആൾബലം. ഓരോരുത്തർ കൂടുമ്പോഴാണല്ലോ നമുക്ക് ഒരു ശക്തി ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരു നാഷണൽ സെന്റിമെന്റിനെ വെച്ചിട്ട് ആൾക്കാരെ കൂട്ടി. ഒരാളെന്ന് പറയുമ്പോഴത്തേക്കും തളർത്താൻ എളുപ്പമായിരിക്കും. രണ്ടാളെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കട്ടിയാവും. നമ്മുടെ ചൂലില്ലേ, ബ്രൂം, ആ കണക്ക് കാര്യം പറഞ്ഞ പോലെയാണ് ഇതിന്റെ കാര്യം എന്ന് പറയുന്നത്. ഒരു ഈർക്കിലി നമുക്ക് എളുപ്പത്തിൽ ഒടിക്കാം, 2 ഈർക്കിലി കുറച്ചും കൂടെ പാടുപെടും. അങ്ങനെ ഒരു 10 ഈർക്കിലി ആകുമ്പോഴോ ഒന്നിച്ച് നമുക്ക് മടക്കി ഓടിക്കാൻ പറ്റുമോ? ഇച്ചിരി ബുദ്ധിമുട്ടാവും. അങ്ങനെ 100 എണ്ണമായാലോ ഒടിക്കണ കാര്യം ആലോചിക്കേ വേണ്ട. പിന്നെ കത്തി വെച്ച് മുറിക്കേണ്ടി വരും. ഇങ്ങനെ വാക്കത്തി വെച്ച് വെട്ടി മുറിക്കേണ്ടി വരും. എന്നുവെച്ചാൽ എങ്ങനെയാ? ഒരെണ്ണത്തിന് കട്ടി കുറവായിരിക്കും, ഒരാൾ നിന്നാൽ പവർ കുറവായിരിക്കും. അതൊരു കൂട്ടം ആൾക്കാരാകുമ്പോഴത്തേക്ക് എന്താണ്? അതിന് ശക്തി വരും. അതാണ് പറയുന്നത്. അപ്പൊ സമാഹരിക്കുക ചെയ്ത്. അപ്പൊ ആ ഒരു നാഷണൽ സെന്റിമെന്റ് സമാഹരിച്ചെന്ന് വെച്ചാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? മെൻ പവറാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? എന്ന് വെച്ചാൽ ആണുങ്ങളാകാം പെണ്ണുങ്ങളാകാം, ആ ഒരു മനുഷ്യന്റെ ശക്തി, ആ പവറാണ് അവിടെ സമാഹരിച്ചു. ആര്? കൺസർവേറ്റീവ്സ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ പ്രമോട്ടിങ് സ്റ്റേറ്റ് പവർ. ആൻഡ് അവിടെ ഇപ്പം നാഷണലിസ്റ്റ് സെന്റിമെന്റ് മാറിയിട്ട് എന്തായി? അവര് ആദ്യമേ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് വേണം. നാഷണലിസം ആൻഡ് സ്റ്റേറ്റ് അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്. അപ്പം സ്റ്റേറ്റ് പവറിന് അവർ ആദ്യമേ ഇമ്പോർട്ടൻസ് കൊടുത്തു. നാഷണൽ അത് കഴിഞ്ഞിട്ട്. അപ്പൊ ആദ്യം എന്ത് വേണം? സ്റ്റേറ്റ് പവർ. നമുക്കൊരു കൂട്ടം, നമ്മുടെ സ്റ്റേറ്റ്, അവിടെ നമ്മുടെ ഒരു പവർ അത് കാണിക്കാനായിട്ട് തീരുമാനിച്ചു അല്ലേ? കൺസർവേറ്റീവ്സ് ഫോർ പ്രൊമോട്ടിങ് സ്റ്റേറ്റ് പവർ ആൻഡ് അച്ചീവിങ് പൊളിറ്റിക്കൽ ഡോമിനേഷൻ ഓവർ യൂറോപ്പ്. അതിലൂടെ എന്താണ് അവർക്ക് വേണ്ടത്? ഡോമിനേഷൻ എന്ന് വെച്ചാൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവര് നാഷണലിസ്റ്റ് സെന്റിമെന്റിനെ യൂസ് ചെയ്ത് സ്റ്റേറ്റ് പവർ എന്ന് പറയുന്ന ആ ഒരു ഇതിനെ അവർ പ്രൊമോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു? അതിലൂടെ അവര് രാഷ്ട്രീയം, പൊളിറ്റിക്കൽ ഡോമിനേഷൻ, രാഷ്ട്രീയപരമായിട്ടുള്ള ആധിപത്യം എവിടെ? ഓവർ യൂറോപ്പില് അങ്ങനെ ആ ഒരു ആധിപത്യം, രാഷ്ട്രീയ ആധിപത്യം ഉറപ്പിക്കാനായിട്ട് അവർ ശ്രമിച്ചു. ഇത് യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി ആൻഡ് ജർമ്മനി കെയിം അബൌട്ട് ത്രൂ ദിസ് പ്രോസസ്. അങ്ങനെയാണ്, ആ രീതിയിലാണ് എന്തുണ്ടായത്? യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി ആൻഡ് ജർമ്മനി എന്നുവെച്ചാൽ ഈ രീതിയിലൂടെയാണ്, ഈ രീതിയിലൂടെയാണ് ദ യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി ആൻഡ് ജർമ്മനി കെയിം അബൌട്ട് ത്രൂ ദിസ് പ്രോസസ്. എന്ന് വെച്ചാൽ എന്താ? ഈ രീതിയിലൂടെയാണ് ഇറ്റലിയിലും ജർമ്മനിയിലും യൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞ നടപടി ഉണ്ടായതെന്ന് പറയുക. അപ്പൊ ഫസ്റ്റ് വൺ യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി. എന്നാണ് ഇയറൊക്കെ ഓർത്തിരിക്കണം. യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി 1866 to 1871 ആ കാലയളവിലാണ് ഇത് ഈ മുകളിൽ പറഞ്ഞ ഈ സംഭവം നടന്നതെന്ന് പറയുന്നത്. അതിനുവേണ്ടി എങ്ങനെയാണ്? അപ്പം ഇൻ 1848, 1866 to 1871 ആണ് യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി നടന്നത്. പക്ഷെ അതിന് വേണ്ടിയിട്ടെന്ന് പറയുന്നത് ആ ഒറ്റടിക്ക് വരുമോ? ആ ഇയറിലായിരിക്കും? അല്ല, അതിന് മുന്നോടിയായിട്ട് പല പല കാര്യങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ത്യയുടെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെന്ന് പറയാം. പക്ഷെ നമ്മൾ സ്വാതന്ത്ര്യം പറയുന്നത് 1947 എന്ന് പറഞ്ഞാൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ്? 1857.
57 ആണോ? 59 ആണോ 57 ആണോ? എന്തോ സംതിങ്. ഓക്കെ, അതൊന്നും കൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ എന്തായാലും നടന്നിട്ടുണ്ട്, നമുക്കറിയാം ഇല്ലേ? അങ്ങനെ പല പല പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൂടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം പിന്നെ 1947 പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പോൾ ഇൻ 1848 മിഡിൽ ക്ലാസ് ജർമ്മൻസ് ട്രൈഡ് ടു യുണൈറ്റ്. In 1848, middle-class Germans tried to unite the different regions of the German Confederation into a nation, state under an elected parliament. എന്താ പറയുന്നത്? In 1848 മിഡിൽ ക്ലാസ് ജർമ്മൻ, മിഡിൽ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞു, ഒരു പവർ എന്ന് പറയുന്ന മിഡിൽ ക്ലാസ്സിൽ നിന്നാണ് നമുക്ക് വിപ്ലവം ഉണ്ടാകാനായിട്ട് എളുപ്പമുള്ളത്. കാരണം എന്താണ്? അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാകും, അവർക്ക് അറിവുണ്ടാകും. ഓക്കെ, അറിവുണ്ടാകും. മിഡിൽ ക്ലാസ് ജർമ്മൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അത്യാവശ്യം വളരെ കുറച്ച് ലോയിലും അല്ല ഹൈയിലും അല്ല. അപ്പം അവർക്ക് എന്തുണ്ടാവും? അത്യാവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ ലഭിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പം അവരിലേക്ക് നമ്മൾ കാര്യങ്ങളെ വിശദീകരിച്ച് എത്തിക്കാനായിട്ട് എളുപ്പമാകും. അപ്പം എന്താ സംഭവിച്ചത്? ഇൻ 1848 മിഡിൽ ക്ലാസ്സിലുള്ള ജർമ്മൻസ് എന്ത് ചെയ്ത്? ട്രൈഡ് to unite the different region of the German Confederation into a nation. അവരെല്ലാവരും അപ്പം മിഡിൽ ക്ലാസ് ജർമ്മൻസ് എന്തിനു വേണ്ടിയിട്ടായിട്ട് എന്നുവെച്ചാൽ കെട്ടി. എന്താ? ടു യുണൈറ്റ്. അവരൊന്നു ചേർന്നു. എന്തിനു വേണ്ടിയിട്ട്? ടു യുണൈറ്റ് ദ ഡിഫറെന്റ് റീജിയൻ. എന്തിനു വേണ്ട? ടു യുണൈറ്റ് ദ ഡിഫറെന്റ് റീജിയൻ ഓഫ് ദ ജർമ്മൻ കോൺഫെഡറേഷൻ. എന്താ? ഡിഫറെന്റ് റീജിയൻ എന്ന് വെച്ചാൽ പ്രവിശ്യകള്. ഓഫ് ദ എവിടത്തെ? ജർമ്മൻ കോൺഫെഡറേഷൻ. ജർമ്മൻ കൂട്ടായ്മ എന്ന് പറയുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ടാവും. ആ സ്ഥലങ്ങളെല്ലാം കൂടെ ഒരു റീജിയന്റെ ഇതിനകത്ത് യുണൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ടു യുണൈറ്റ് ഡിഫറെന്റ് റീജിയൻ ഓഫ് ദ ജർമ്മൻ കോൺഫെഡറേഷൻ ഇൻ ടു എ നാഷൻ. അതിന് ഒരു നാഷനായിട്ട് കാണാനായിട്ട് അവർ ട്രൈ ചെയ്തു. ഇയർ ഏതാ? 1848. ആരാണ്? മിഡിൽ ക്ലാസ് ജർമ്മൻസ്. സ്റ്റേറ്റ് അണ്ടർ ആൻ ഇലക്റ്റഡ് പാർലമെന്റ്. എങ്ങനെയുള്ള സ്റ്റേറ്റ് ആണ് അവർ ഉദ്ദേശിച്ചിരുന്നത്? പിന്നെ അവിടെ രാജഭരണമോ മൊണാർക്കിയോ വേണ്ട. എന്ത് വേണം? സ്റ്റേറ്റ് അണ്ടർ ആൻ ഇലക്റ്റഡ് പാർലമെന്റ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനസംബന്ധരായിട്ടുള്ള ആൾക്കാരുടെ പാർലമെന്റാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. സ്റ്റേറ്റ് അണ്ടർ ആൻ ഇലക്റ്റഡ് പാർലമെന്റ്. ഇൻ പ്രഷ്യ nation buildings acts were repressed by the combined forces of the monarchy and the military and were supported by the landowners called junkers. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്തു? ഇൻ പ്രഷ്യയിൽ എന്ത് ചെയ്തു? നാഷൻ ബിൽഡിംഗ് ആക്ട്സ് വേർ റിപ്രസ്ഡ് എന്ന് വെച്ചാൽ എന്താ? അടിച്ചമർത്തപ്പെട്ടു എന്നുവെച്ചാല് അടിച്ചമർത്താൻ വേണ്ടി. ആരായിരിക്കും? കൺസർവേറ്റീവ്സ് ആയിരിക്കുമോ അതോ മൊണാർക്കീസ് ആയിരിക്കുമോ? മൊണാർക്കീസ് ആയിരിക്കും അല്ലേ. ഇത് ചെയ്യാൻ ശ്രമിക്കുന്ന ആരാണ്? കൺസർവേറ്റീവ്സ് ആയിരിക്കും. അപ്പൊ ഇൻ പ്രഷ്യ നേഷൻ ബിൽഡിംഗ്, അത് അവിടെ നേഷൻ എന്ന് പറയുന്നത് അത് ആ ഒരു ഇത് ബിൽഡ് ചെയ്യാനുള്ള ആക്ട്, അതിനു വേണ്ടി പല പല നടപടികളും അവിടുത്തെ മിഡിൽ ക്ലാസ്സിലുള്ളവരും ഓരോ നേതാക്കന്മാരും എല്ലാവരും കൂടെ ചേർന്ന് പലതരത്തിലുള്ള വിപ്ലവങ്ങൾ നടത്തി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. അപ്പൊ അതിന് എന്ത് ചെയ്തു? ഇൻ പ്രഷ്യയിൽ എന്ത് ചെയ്തു? നാഷണൽ ബിൽഡിംഗ് ആക്ട്സ് വേർ റിപ്രസ്ഡ് എന്ന അടിച്ചമർത്തപ്പെട്ടു. ബൈ ദ കമ്പൈൻഡ് ഫോഴ്സ് ഓഫ്. ഒറ്റയ്ക്ക് അവർക്ക് പറ്റില്ല. ഇപ്പൊ മൊണാർക്കീസിനും മിലിറ്ററിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? അവർ രണ്ടും കൂടെ ഒറ്റ ഫോഴ്സായി. ദ കമ്പൈൻഡ് ഫോഴ്സ് ഓഫ് ദ മൊണാർക്കി ആൻഡ് ദ മിലിറ്ററി.
ആൻഡ് വെയർ സപ്പോർട്ടഡ് ബൈ ദ ലാൻഡ് ഓണേഴ്സ് കോൾഡ് ലെജൻഡേഴ്സ്. ഇവരെ ആരായിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നത്? മൊണാർക്കിനെ മിലിറ്ററിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്ന ആരാണെന്ന് പറഞ്ഞത്? വെയർ സപ്പോർട്ടഡ് ബൈ ദ ലാൻഡ് ഓണേഴ്സ് കോൾഡ് ജങ്കേഴ്സ്. അവരെന്താണ് പറയുന്നത്? ലാൻഡ് ഓണേഴ്സ്. എവിടുത്തെ അവരെന്താ വിളിക്കുന്നത്? ജങ്കേഴ്സ് എന്ന് വിളിക്കും. അവര് ആരെയൊക്കെ ഹെൽപ്പ് ചെയ്തു? ആരുമായിട്ട് കമ്പൈൻഡ് ആയി? മൊണാർക്കിയും മിലിറ്ററി ആയിട്ട് കമ്പൈൻഡ് ആയിട്ട് എവിടെ? പ്രഷ്യയില് നാഷണൽ ബിൽഡിംഗ് ആക്ട്സ് റിപ്രസ് ചെയ്തു. പ്രഷ്യ ടുക്ക് ഓവർ ദ ലീഡർഷിപ്പ് ഓഫ് ദ മൂവ്മെന്റ്. അങ്ങനെ പക്ഷെ എന്നാലും എന്താണ് അവിടെ വീണ്ടും ആരാണ്? കൺസർവേറ്റീവ്സ് ആയിരിക്കും. അവരിലൂടെ വിപ്ലവങ്ങൾ മുന്നോട്ട് വന്നു. പ്രഷ്യ ടുക്ക് ഓവർ ദ ലീഡർഷിപ്പ് ഓഫ് മൂവ്മെന്റ്. പക്ഷെ അവിടെ ഒരു ചലനം ഉണ്ടായിക്കൊണ്ടേയിരുന്നു. എങ്ങോട്ടുള്ള? മുന്നിലേക്ക് പോവാനുള്ള. ഓട്ടോ വോൺ ബിസ്മാർക്ക്, ചീഫ് മിനിസ്റ്റർ ഓഫ് പേർഷ്യ, വാസ് ദ ആർക്കിടെക്ട് ഇൻ ദ പ്രോസസ് ഓഫ് നാഷൻ ബിൽഡിംഗ്. ആരാണ്? ഓട്ടോ വോൺ ഈ പേര് പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഓട്ടോ വോൺ ബിസ്മാർക്ക്, ചീഫ് മിനിസ്റ്റർ ഓഫ് പേർഷ്യ. ആരാണ്? ഓട്ടോ വോൺ ബിസ്മാർക്ക് ആരാണ്? ചീഫ് മിനിസ്റ്റർ ഓഫ് പേർഷ്യ, വാസ് ദ ആർക്കിടെക്ട് ഇൻ ദ പ്രോസസ് ഓഫ് നാഷൻ ബിൽഡിംഗ്. അവിടുത്തെ ആരായിരുന്നു? വാസ് ദ ആർക്കിടെക്ട്. ആർക്കിടെക്ചർ എന്താ? ഒരു ബിൽഡിങ് പണിയുമ്പോഴത്തേക്ക് അതിന്റെ മെയിൻ ആയിട്ടുള്ള എഞ്ചിനീയർ എന്ത് പറയും? അവിടെ എഞ്ചിനീയർ ആണെങ്കിൽ എന്ത് പഠിക്കണം? ബിടെക് ഇപ്പോഴത്തേക്ക് എന്ന് പറയുന്നത് ബിടെക് ഇൻ ആർക്കിടെക്റ്റുകളും അവര് ചെയ്തിരിക്കണം. അപ്പൊ ആർക്കിടെക്ട് എന്ന് വെച്ചാൽ എന്താ? ഇങ്ങനത്തെ ബിൽഡിങ് പോലത്തെ ഇതൊക്കെ പണിയുന്നതിനെ അല്ലേ? ഓട്ടോ വോൺ ബിസ്മാർക്ക്, ചീഫ് മിനിസ്റ്റർ ഓഫ് റഷ്യ, വാസ് ദ ആർക്കിടെക്ട് ഇൻ ദ പ്രോസസ് ഓഫ് നാഷൻ. അപ്പം ഒരു നാഷൻ എന്ന് പറയുന്ന ആ ഒരു സെന്റിമെന്റിനെ ആ ഒരു നാഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആർക്കിടെക്റ്റായിട്ട് വെച്ചാൽ അത് നിർമ്മിച്ചു. അപ്പോൾ ബിൽഡിങ് പോലെയല്ല, പക്ഷെ അത് ആ ഒരു ബിൽഡിങ് ഉണ്ടാക്കുന്നതിനേക്കാളും ചതുരതയിൽ വേണം നമ്മൾ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു മെയിൻ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്. ഓട്ടോ വോൺ ബിസ്മാർക്ക്, ചീഫ് മിനിസ്റ്റർ ഓഫ് റഷ്യ, വാസ് ദ ആർക്കിടെക്ട് ഇൻ ദ പ്രോസസ് ഓഫ് നാഷൻ ബിൽഡിംഗ്. അവിടുത്തെ നാഷൻ ബിൽഡിങ്ങിന്റെ മെയിൻ ആയിട്ട് നിന്ന് ആരാണ്? ഓട്ടോ വോൺ ബിസ്മാർക്ക്, ചീഫ് മിനിസ്റ്റർ ഓഫ് റഷ്യയാണ്. പിന്നീട് ശേഷം ആദ്യം ഇവിടെ തടത്തുന്നെങ്കിലും പിന്നെ ഓട്ടോ വോൺ ബിസ്മാർക്ക് ആണ് ചീഫ് മിനിസ്റ്റർ ഓഫ് റഷ്യയാണ് ഇതിനു വേണ്ടിയിട്ട് നിന്ന് ആർക്കിടെക്റ്റായിട്ട് നിന്ന്. എന്തിനു വേണ്ടിയിട്ടുള്ള? നാഷണൽ ബിൽഡിങ്ങിന്റെ. റഷ്യ എമർജ്ഡ് വിക്ടോറിയസ് ആഫ്റ്റർ fighting 3 wars over 7 years against the combined forces of Austria, Denmark and France. അപ്പൊ ഈ കമ്പൈൻഡ് ഫോഴ്സ് ആയിട്ടുള്ള ഏതൊക്കെ രാജ്യങ്ങളുടെ ഏതൊക്കെ സ്ഥലങ്ങളുടെ രാജ്യം എന്ന് പറയാൻ പറ്റില്ല. ഓസ്ട്രിയ, ഡെൻമാർക്ക് ആൻഡ് ഫ്രാൻസിന്റെ കമ്പൈൻഡ് ഫോഴ്സസുമായിട്ട് അവര് ഇത് നടത്തി. ആര്? റഷ്യയുടെ ഇത് അല്ലേ? റഷ്യ എമർജ്ഡ് വിക്ടോറിയസ് എങ്ങനെ? എമർജ് ഉയർന്നു വന്നു. എങ്ങനെ? വിജയങ്ങളിലൂടെ അല്ലേ? റഷ്യ എമർജ്ഡ് ത്രൂ വിക്ടറീസ് എന്നാണ് പറയുന്നത്. റഷ്യ എമർജ്ഡ് വിക്ടോറിയസ് ആഫ്റ്റർ ഫൈറ്റിംഗ് 3 വാർസ്. അങ്ങനെ അവരെന്താ? ഒരു വാറാണോ? അല്ല, 3 വാർസ് നടത്തിയതിനു ശേഷമാണ് അവര് വിജയത്തിലേക്ക് ഉയർന്നു വന്നത്. വാർസ് ഓവർ 7 years. എത്ര വർഷം കൊണ്ട്? ഓവർ 7 years. എഗൻസ്റ്റ് ദ ആരുമായിട്ട്? എഗൻസ്റ്റ് ദ കമ്പൈൻഡ് ഫോഴ്സ് ഓഫ് ഓസ്ട്രിയ, ഡെൻമാർക്ക് ആൻഡ് ഫ്രാൻസ്. ആൻഡ് ദ പ്രോസസ് ഓഫ് യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി വാസ് കംപ്ലീറ്റഡ്. എന്താണ്? അങ്ങനെ എന്തായി? ഇതല്ലേ? ഡെൻമാർക്ക് ആൻഡ് ഫ്രാൻസ് ആൻഡ് ദ പ്രോസസ് ഓഫ് യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി വാസ് കംപ്ലീറ്റഡ്. ഓക്കെ, അപ്പൊ ആ പോയിന്റ് നമ്മൾ കഴിഞ്ഞില്ലേ? ഇനി ഓൺ 18th January 1871 എന്താണ്? ഓൺ 18th January 1871 എന്താണ് സംഭവിച്ചത്? ദ ന്യൂ ജർമ്മൻ എംപയർ ഹെഡഡ് ബൈ ദ ജർമ്മൻ എംപയർ കെയ്സർ വില്യം ആരാണ്? ഇൻ 18th January
1871 ആരാണ് എംപയർ ആയത്? ദ ന്യൂ ജർമ്മൻ എംപയർ ഹെഡഡ് ബൈ ദ ജർമ്മൻ എംപറർ. എന്തായി? ജർമ്മൻ എംപറർ ഹെഡഡ് ബൈ ദ ജർമ്മൻ എംപറർ കൈസർ വില്യം I അല്ലേ? വാസ് ഡിക്ലെയർഡ് ഇൻ ദ ഹാൾ ഓഫ് മിറേഴ്സ് ഇൻ ദ പാലസ് ഓഫ് വെർസൈൽസ്. എന്നുവെച്ചാൽ പാലസ് ഓഫ് വെർസൈൽസ് വെച്ചാൽ എന്നാ? പ്രിൻസിപ്പൽ റോയൽ റെസിഡൻസ് ആണ്. എവിടത്തെയാണ്? എവിടത്തെയാ? ജർമ്മനിലല്ലേ ഇവിടെ പറയുന്നത്. ജർമ്മൻ എംപറർ എന്ന് പറയുമ്പോഴത്തേക്ക് അഥവാ ജർമ്മനിലെ പ്രിൻസിപ്പൽ റോയൽ റെസിഡൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാലസ് ഓഫ് വെർസൈൽസ് എന്ന് പറയുന്നത്. അവിടുത്തെ എന്താ ഒരു മെയിൻ ആയിട്ടുള്ള വളരെ ആഡംബരമായിട്ടുള്ള ഒരു ഹോളില് വച്ചിട്ടാണ്, അതാണ് ഹാൾ ഓഫ് മിറേഴ്സ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് വെച്ചിട്ട് എന്ത് ചെയ്തു? ആരാണ് ഹെഡായത്? കേസർ ജർമ്മൻ എംപറർ കേസർ വില്യംസ് I അവിടുത്തെ ആരായിട്ട്? ഹെഡായിട്ട് സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടു. അദ്ദേഹത്തെ അപ്പൊ എന്താ? ഒന്നും കൂടെ പറഞ്ഞിട്ടെ. ഓൺ 18th January 1871 ദ ന്യൂ ജർമ്മൻ എംപയർ ആണ്, അത് പഴയതല്ല. ന്യൂ ജർമ്മൻ എംപയർ ഹെഡഡ് ബൈ ദ ജർമ്മൻ എംപറർ കൈസർ വില്യംസ് I വാസ് ഡിക്ലെയർഡ് ഇൻ ദ ഹാൾ ഓഫ് മിറേഴ്സ്. ആ ഹോളിനെ പറയുന്നതാണ്. സ്പെഷ്യൽ ഇതാണ്. ഒരു രാജ്യത്തിൻ്റെ ഒക്കെ ചിഹ്നമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഹാൾ ഓഫ് മിറേഴ്സിൽ എവിടെയുള്ള പാലസോ വെസൈൽസിൽ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്ത്? സ്ഥാനാരോഹണം നടത്തി. ഇത് യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി എസ്റ്റാബ്ലിഷ്ഡ് പെർഷ്യൻ ഡൊമിനൻസ് ഇൻ യൂറോപ്പ്. എന്ത് ചെയ്ത്? പിന്നെന്തായി? യൂണിഫിക്കേഷൻ ഓഫ് ഇതിന് ശേഷം എന്ത് ചെയ്ത്? യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മൻ ഒരു നാഷനായിട്ട് അല്ലേ? അതാണല്ലോ യൂണിഫിക്കേഷൻ്റെ ഉദ്ദേശം. അതിന് വേണ്ടിയിട്ടാണല്ലോ ഇത് നടക്കുന്നത് തന്നെ. അപ്പൊ ദ യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി എസ്റ്റാബ്ലിഷ്ഡ് പെർഷ്യൻ ഡൊമിനൻസ് ഇൻ യൂറോപ്പ്. എന്ത് ചെയ്ത്? യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി എസ്റ്റാബ്ലിഷ്ഡ് പെർഷ്യൻ ഡൊമിനൻസ് ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ പെർഷ്യൻ ഡൊമിനൻസ് ചില ആധിപത്യമാണ്. എന്താ? ദി യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി. യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി. അത് ജർമ്മനിയിലെ രാജാവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ആദ്യമേ, എംപററിനെ കുറിച്ച്. എന്നിട്ട് എന്താ പറയുന്നത്? യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി. ജർമ്മനിയുടെ യൂണിഫിക്കേഷൻ എന്നുള്ളത് എന്തായി? എസ്റ്റാബ്ലിഷ്ഡ് പെർഷ്യൻ ഡൊമിനൻസ് ഇൻ യൂറോപ്പ്. എന്ത് ചെയ്തു? പെർഷ്യൻ ആധിപത്യം എന്താ? എസ്റ്റാബ്ലിഷ് ചെയ്തല്ലേ? ജർമ്മന്റെ യൂണിഫിക്കേഷന് എന്നല്ലേ പറയുന്നേ? ദി യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി എസ്റ്റാബ്ലിഷ്ഡ് പെർഷ്യൻ അല്ലല്ല, തിരിച്ച് എന്താണ്? യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി കൂട്ടായ്മ. ജർമ്മനി എന്ന് പറയുന്ന കൂട്ടായ്മ എസ്റ്റാബ്ലിഷ്ഡ് പെർഷ്യൻ ഡൊമിനൻസ് ഇൻ യൂറോപ്പ്. യൂറോപ്പില് പെർഷ്യനാധിപത്യത്തെ അവര് അംഗീകരിച്ചു എന്ന്. അല്ല അതിനെ ഇതാക്കുമല്ല, പെർഷ്യൻ ഡോമിനൻസിനെ ഇനി യൂറോപ്പില് അവര് അംഗീകരിച്ചു അല്ലേ? അങ്ങനെയല്ലേ പറയുന്നേ? ദ ന്യൂ ജർമ്മൻ എംപയർ ഫോക്കസ്ഡ് ഓൺ മോഡേണൈസിങ് ദ കറൻസി. എന്തൊക്കെ ചെയ്യാനായിട്ടാ ശ്രമിച്ചിരുന്നത്? ദ ന്യൂ ജർമ്മൻ എംപയർ പുതിയതായിട്ട് ആള് വന്നു. അപ്പൊ എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അതിന് വേണ്ടിയിട്ട് ദ ന്യൂ ജർമ്മൻ എംപയർ ഫോക്കസ്ഡ് ഓൺ മോഡേണൈസിങ് ദ കറൻസി. പക്ഷെ ഇവിടെ ആരെ കുറിച്ചിട്ടായിരിക്കും പറയണ? എംപറർ കൈസർ വില്യം I. അപ്പൊ ഇത് ന്യൂ ജർമ്മൻ എംപയർ ഫോക്കസ്ഡ് ഓൺ മോഡേണൈസിങ് ദ കറൻസി, ബാങ്കിങ്, ലീഗൽ ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റം. എല്ലാത്തിനും കൈകടത്തി എന്നാണ് പറയുന്നത്. അവിടെ എല്ലാം ശരിയാക്കാൻ വേണ്ടിയിട്ട്. അതോടെ നമ്മൾ യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനിയിൽ നടന്ന കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ
ടോപ്പിക് 3 നാഷൻസ്